ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ ഇവിടെ റാഹത്താണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഈദ് ഷോപ്പിങ്ങും അതുപോലെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഒരു കുഞ്ഞ് നോമ്പ് തുറ ഉണ്ടാക്കിനി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ ഈദ് ഷോപ്പിങ്ങിനും പോണത് മാൾ ഓഫ് ട്രാവൻകൂറിലേക്കാണ് കേട്ടോ. അപ്പൊ ദാ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. ഇതിനു മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് സെലക്ഷൻ ആയിനി ഇവിടുത്തെ സ്റ്റുഡിയോയിലും മാക്സിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കേട്ടോ വീണ്ടും ഈദ് ഷോപ്പിങ്ങിന് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അപ്പൊ ഈ ഈദ് ഷോപ്പിന് ഒരുപാട് നല്ല ഡ്രസ്സ് ഒന്നും എടുക്കണില്ല കേട്ടോ. നമുക്ക് സാധാരണ ആയിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് മാത്രമേ ഇപ്പൊ എടുക്കണുള്ളൂ. കാരണം ഒന്ന് രണ്ട് കല്യാണങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എടുക്കാന്നാ വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ ഞങ്ങള് മോളുടെ ഉള്ളിലേക്ക് കയറി. അപ്പൊ ഇതാ കുട്ടികളെ കളിക്കുന്ന സെക്ഷനാണ്. പിന്നെ ഇതാ ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. അപ്പൊ അവിടുന്ന് ഡ്രസ്സ് എടുക്കാന്നാ വിചാരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് സ്റ്റുഡിയോയിൽ അധികം ആളൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സെലക്ഷനും ഉണ്ട്. അപ്പൊ ഇതാ ഇസൂന് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇസൂന് എടുത്തത്. പിന്നെ ഇതാ നല്ല നല്ല ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 149 രൂപയാണ്. പിന്നെ ഇതാ ചെരുപ്പിലൊക്കെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടുന്ന് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഡ്രസ്സ് എടുക്കലും വീഡിയോ എടുക്കലും കൂടി ഒരുമിച്ച് നടക്കൂലല്ലോ. ഇന്ന് തന്നെ ഫുള്ള് ഡ്രസ്സ് എടുക്കണം എന്നാട്ടാ വിചാരിക്കണത്. പിന്നെ ഇക്കൊക്കെ ലീവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് കംപ്ലീറ്റ് എടുക്കണം. അപ്പൊ ഈ ചെരുപ്പൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഇതാ ഇസു അവിടുന്ന് സ്പ്രേ ഒക്കെ എടുത്ത് അടിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ചപ്പലിനൊക്കെ 299 രൂപയാണ്. അതുപോലെ 499 ഉണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന ചെരുപ്പും ഷൂസും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഇതിനും 399 ആ ഒരു റേഞ്ചിലാണ് ഉള്ളത്. ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലുലുവിലുള്ള സുഡിയനേക്കാളും കൂടുതൽ സെലക്ഷൻ ആയിട്ട് തോന്നിയത് ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇതാ എനിക്ക് ടോപ്പൊക്കെ നോക്കി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഒരു മോഡൽ ഞാൻ ഇവിടെ കണ്ടില്ല. ഇസൂനുള്ള പാന്റും ഷർട്ടും ഇവിടെ നിന്ന് തന്നെ കിട്ടിട്ടോ. ഷാമോൻക്കുള്ള ഷർട്ട് കിട്ടി, പാന്റ് പിന്നെ അവന് ഉദ്ദേശിച്ച പാന്റ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ്. ഇക്ക പിന്നെ ആദ്യമേ മാക്സിൽ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് എടുക്കാന്നാ വിചാരിച്ച്. അങ്ങനെ ഇതാ ഞങ്ങൾ സ്റ്റുഡിയോന്ന് ഇറങ്ങി ഇനി മാക്സിലേക്ക് പോവാണ്. ഈ ബസ് കണ്ടപ്പോൾ ഇസൂന്റെ കൺട്രോളിൽ പോയിട്ടോ. ഇതിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ചേരം കരഞ്ഞി. പിന്നെ ഞങ്ങൾ പോണ സമയത്ത് കയറ്റാന്ന് പറഞ്ഞപ്പോൾ ആള് ഓക്കെ ആയി. അപ്പോൾ ഇതാ ഞങ്ങൾ മാക്സിലെത്തി. ഇക്ക പിന്നെ ആദ്യം ഡ്രസ്സ് കണ്ടുവച്ചോണ്ട് അധികം ടൈമൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതാ ഇതുപോലത്തെ കുർത്തയാണ് കേട്ടോ എടുക്കാൻ വിചാരിച്ചത്. ഇക്ക പിന്നെ ഏത് ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും കൂടുതൽ ഉണ്ടാവുക ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്കിനോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം. വേറെ ഒരുപാട് കളറൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ എടുത്തത്. ഇതുപോലെ ബ്ലാക്ക് ഡ്രസ്സ് കൂടുതലുള്ളവരെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ എനിക്ക് ഇവിടെ ടോപ്പ് നോക്കുകയാണ്. അപ്പോൾ ഇതാ ഇസും ഷാമോനും ഓടി കളിക്കുകയാണ് കേട്ടോ ഇവിടെ. ഇവിടെയും കുട്ടികൾക്ക് പറ്റിയ നല്ല നല്ല ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് അതും കൂടിയൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ ഇതാ എനിക്ക് പറ്റിയൊരു ടോപ്പൊക്കെ എടുത്തിട്ടോ. അപ്പൊ എനിക്കും ഇക്കും ഇവിടുന്ന് ഡ്രസ്സ് എടുത്ത് അങ്ങനെ എന്താ മാക്സിമം നമ്മൾ ഇറങ്ങുകയാണ്. ഇനി തപ്പിപ്പോണ്ടത് നമ്മളെ ഷാമോന്റെ പാൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടെയുള്ള ഒരുവിധം കടയിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അവന്റെ മനസ്സിലൊരു പാൻറ് ഉണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെയുള്ള ഒരുവിധം കടയിലൊക്കെ കയറിയപ്പോൾ ഷാമോൻക്ക് പറ്റിയിട്ടുള്ള പാൻറ് ഇല്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഇനി ഇക്ക പറഞ്ഞ് നോമ്പ് പറഞ്ഞിട്ട് ലുലുവിലേക്ക് പോവാന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. ലുലുവിൽ പിന്നെ ആദ്യം തന്നെ നമ്മൾ കയറിയത് ലുലു ഫാഷനിലാണ് കേട്ടോ. അവിടെയും കുറേയൊക്കെ തെരഞ്ഞു നോക്കി. അപ്പൊ അവന് പറ്റിയ സൈസ് അവിടെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെയുള്ള സ്റ്റുഡിയോയിലും മാക്സിലും അതുപോലെ തന്നെ ട്രെൻഡ്സിലൊക്കെ ഒന്ന് കയറി. ചില ഷോപ്പിൽ കയറുമ്പോൾ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്ക് കൂടി ഇഷ്ടപ്പെട്ടത് കിട്ടിയത് വെസ്റ്റേൺ എന്ന ഷോപ്പ് എന്നാണ് കേട്ടോ. അങ്ങനെ ഇതാ പാൻറ്റൊക്കെ കിട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കുഞ്ഞ് ഈദ് ഷോപ്പിംഗ്. പിന്നെ ഇതാ ഇതിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ കുഞ്ഞു നോമ്പ് തുറയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. നോമ്പ് തുറക്കുള്ള കുറച്ച് സാധനങ്ങളോട് വാങ്ങാനുണ്ടായിനി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ജസ്റ്റ് നടക്കാൻ മാത്രമുള്ള ദൂരമുള്ളൂ കേട്ടോ ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല വേറെയും ഒരുപാട് കടകളുണ്ട്. അതുപോലെ പച്ചക്കറി കടയും എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു സൗകര്യമാണ്. പിന്നെ ഇതാ അവിടുന്ന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബില്ല് ചെയ്ത് തിരിച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ അതാ സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ വീട്ടിലെത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ കിച്ചണിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ തരിക്കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
തരിക്കഞ്ഞി പിന്നെ നമ്മളെ മലബാർ സൈഡിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റാണല്ലോ നോമ്പിന്. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ളവരും ഞങ്ങളും കൂടി ഒരുമിച്ച് നോമ്പ് തുറക്കാന്നാട്ടോ വിചാരിക്കുന്നത്. നോമ്പ് തുറക്കാനുള്ള സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഞാനാണ് കേട്ടോ റെഡിയാക്കണത്. ഇതുപോലത്തുള്ള ബാക്കിയുള്ളത് അവളാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും പിന്നെ അധികം ജോലിഭാരം ഉണ്ടാവില്ലല്ലോ 2 ഐറ്റംസ് ആക്കി കഴിഞ്ഞാൽ. ഞാൻ ഈ കിച്ചണിലേക്ക് കയറാൻ തന്നെ അധികം ലേറ്റായി പോയി. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് തീരെ സമയമില്ലെങ്കിൽ കുക്കിങ്ങും വീഡിയോ എടുക്കലും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകില്ലല്ലോ. പിന്നെ ഞാൻ ഇതിലുണ്ടാക്കിയിട്ടുള്ള ഇറാനി പോളൻ്റെയും മത്തൻ ജ്യൂസിൻ്റെയും ഒക്കെ ഫുൾ റെസിപ്പി വീഡിയോ ഒക്കെ ഞാൻ മുമ്പേ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ എല്ലാ ഐറ്റംസും റെഡി ആക്കിയിട്ടുണ്ട്. മത്തൻ ജ്യൂസ്, ഇറാനി പോള, തരിക്കഞ്ഞി, ഇത് ബ്രെഡ് പാൻ പീസയാണ് കേട്ടോ. അതുപോലെ തന്നെ പാൽവായ്ക്ക, നാരങ്ങ വെള്ളം, മുട്ട ബജി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ ഇതാ ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാ ഐറ്റംസും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അവരൊരു ആദ്യത്തെ നോമ്പ് തുറയാണ് കേട്ടോ. അങ്ങനെ ഇതാ ബാങ്ക് കൊടുത്ത് അൽഹംദുലില്ലാഹ് ഞങ്ങൾ നല്ല രീതിയിൽ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. നമുക്കും അവർക്കും ഒരു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു നോമ്പ് തുറ. നമ്മൾ ഇതുവരെ നമ്മളെ ഫാമിലീസിൻ്റെ കൂടെയാണല്ലോ നോമ്പ് തുറന്നത്. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു ഫാമിലി പോലെ ആയവരാണ് കേട്ടോ അവർ. പിന്നെ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ഫുഡ് കഴിക്കൽ തുടങ്ങിയത്. അപ്പോൾ അതാ എല്ലാ അറേഞ്ച്മെൻറ്റ്സിനും മുന്നിൽ നമ്മൾ ആദ്യം ഷാമോനുണ്ട് കേട്ടോ. അവർക്കും രണ്ടുപേർക്കും ഭയങ്കര ഒരു സന്തോഷം കിട്ടും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനും എല്ലാത്തിനും. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഞങ്ങളെ കുഞ്ഞു നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയും നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.